ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങൾക്കിന്ന് ഫിക്ഷൻ ലൈനിലുള്ളതല്ലാത്ത ഒരു കൈൻഡ് ഓഫ് ബുക്ക് പരിചയപ്പെടുത്തി തരാം. ഡോക്ടർ ബി ഉമാദത്തൻ്റെ ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. എന്താ പറയുക, ക്രൈം സ്റ്റോറീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണിത്. ശരിക്കും ഇത് നടന്ന കഥകളാണ്, ഫിക്ഷൻ സ്റ്റോറീസ് അല്ല. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു പോലീസ് എന്താ പറയുക ഒരു പോലീസ് സർജനാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് കേസസ് എന്താ പറയുക ആത്മഹത്യകൾ, കൊലപാതകങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ മുഴുവൻ എഴുതിയിട്ടുള്ളത്. സുകുമാരക്കുറുപ്പിൻ്റെ ഉണ്ട്, പിന്നെന്താ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കേസസിൻ്റെയും ഒക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ ഒരു സമ്മറി രൂപത്തിലുള്ളൊരു കാര്യങ്ങളാണ് അദ്ദേഹം ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ശരിക്കും ഉണ്ടായിട്ടുള്ളൊരു സംഭവം ഈ ബുക്കിലൊരു കഥയാണ്. അതായത് ഈ കഥ നടക്കുന്നത് കോട്ടയം ജില്ലയിലെ ഒരു മലയോര ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിലെ ജനങ്ങൾ അന്നേ ദിവസം കണി കണ്ടുണരുന്നത് രണ്ട് ആൺകുട്ടികളുടെ, അതായത് 16-17 വയസ്സുള്ള 2 ആൺപിള്ളേരുടെ മൃതദേഹങ്ങൾ പുഴയിലൂടെ ഒഴുകി വരുന്നത് കണ്ടിട്ടാണ്. ഇവരിത് കണ്ടപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. പോലീസുകാർ സാധാരണ കേസിൽ ഈ മൃതദേഹം അപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ എത്തിയാലേ എത്താറുള്ളൂ. പക്ഷേ ഇത് കഥ നടക്കുന്നത് കുറേ കാലം മുന്നാട്ടോ. പക്ഷേ ഈ കേസിൽ പെട്ടെന്ന് തന്നെ പോലീസുകാർ എത്തേണ്ടായി. മൃതദേഹങ്ങൾ കരക്കടുപ്പിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുന്നേ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് ആരാണെന്നുള്ളത്. ഇത് രണ്ടും നല്ല ഉറ്റ സുഹൃത്തുക്കളായിട്ട് ആ നാട്ടിൽ ജീവിക്കുന്ന 2 പിള്ളേരാണ്. ഇവരെങ്ങനെ മരിച്ചു എന്നുള്ളതായി അടുത്ത ക്വസ്റ്റ്യൻ. പോസ്റ്റ്മോർട്ടത്തിലും അസ്വാഭാവികമായിട്ടും ഒന്നും കണ്ടില്ല. ഇവർ 2 പേരും മുങ്ങി മരിച്ചതാണെന്നുള്ള രീതിയിൽ തന്നെ ഈ ബോഡീസ് രണ്ടും മറവ് ചെയ്തു. പക്ഷെ ജനങ്ങൾക്കും എന്താ പറയുക ബന്ധുക്കൾക്കൊന്നും ഈ മരണം അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ പിള്ളേർ കുത്തിയൊലിക്കുന്ന മലവെള്ളപ്പാച്ചലിൽ വരെ നീന്തുന്ന കുട്ടികളാണ്. ഇവരെങ്ങനെ മുങ്ങി മരിച്ചു എന്നായി ഏറ്റവും വലിയ സംശയം. ഒരുപാട് ഭയങ്കര പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ വീണ്ടും കേസ് പുനരന്വേഷിക്കാനായിട്ട് ഉത്തരവ് വന്നു. വീണ്ടും ഈ കേസ് പുനരന്വേഷിക്കാൻ പോവുകയാണ്. വീണ്ടും പുനരന്വേഷിക്കാനായിട്ട് എത്തുന്നത് എറണാകുളം യൂണിറ്റിൽ അന്ന് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അബ്ദുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. ഇദ്ദേഹമാണ് ഈ കേസ് വീണ്ടും അന്വേഷിക്കാൻ പോകുന്നത്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ അബ്ദുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സാറ് ആദ്യം ചെല്ലുന്നത് ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ആരാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഡോക്ടറുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്ന ആൻസേഴ്സ് ഒന്നും സാറിന് അത്ര ആക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല. അങ്ങനെ വീണ്ടും ഡോക്ടറെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഡോക്ടറല്ല പോസ്റ്റ്മോർട്ടം ചെയ്തത്, ഡോക്ടറുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു അന്നത്തെ പോസ്റ്റ്മോർട്ടംസ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അസിസ്റ്റൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ മനസ്സിലായത് എന്താ പറയുക കൊലപാതകത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഇത് മുങ്ങിമരണമാണെന്നുള്ള രീതിയിൽ ആ കേസ് ക്ലോസ് ചെയ്യാൻ ഇവർ ഇൻറ്റൻഷനലി ശ്രമിച്ചതാണ്. ഈ ഒരു മൊഴി ശരിക്കും കേസിന് ഭയങ്കര ഒരു എന്താ പറയുക ഒരു വഴിത്തിരിവായിട്ട് മാറി. അങ്ങനെ വീണ്ടും ഈ ഹമീദ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സാറ് വീണ്ടും എത്തുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ്. അന്ന് അവിടെ പ്രൊഫസറായിരുന്ന ജയപാലിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മുടെ ഈ ബുക്കിൻ്റെ ഓതർ ഡോക്ടർ ബി ഉമാദത്തൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഈ ജയപാലും കൂടെ പോയിട്ടാണ് വീണ്ടും ഇത് റീപോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ ഷുവറൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ കിട്ടുമോ, എന്താ പറയുക പോസ്റ്റ്മോർട്ടം ചെയ്താലും മരണകാരണം മനസ്സിലാവുമോ എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു ഡൗട്ടായിട്ട് തന്നെ അങ്ങനെ നിലനിന്നു. പക്ഷെ ഇവർ ചെന്നു, മൃതദേഹം പുറത്തെടുത്തു, എന്താ പറയുക പരിശോധിച്ചു. ഈ പരിശോധനയിൽ മനസ്സിലായത് ആന്തരിക അവയവങ്ങളിലൊന്നും വെള്ളം കയറിയിട്ടില്ല. പിന്നെ ഇങ്ങനെയാണ് ഇത് മുങ്ങിമരണമാണെന്ന് സ്ഥിരീകരിച്ചത്. ആകെ ഇവർക്ക് പ്രത്യേകിച്ച് വേറെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ആകെ ഇവർക്ക് കിട്ടിയ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേരുടെയും കാലിൻ്റെ അടിയിൽ കുഞ്ഞു സുഷിരങ്ങളുണ്ട്. ഇതാണ് ആകെ ഈ കേസിനൊരു വഴിത്തിരിവായിട്ട് കണ്ടത്. കാലിൻ്റെ അടിഭാഗം ഉണ്ടാവില്ലേ, ചവിട്ടി നടക്കുന്ന പാദത്തിൻ്റെ അടിഭാഗം, ഉള്ളംകാല്. ഈ ഉള്ളംകാലിൽ കുറച്ച് കുഞ്ഞു സുഷിരങ്ങളുണ്ട്. ഈ കാലിൻ്റെ അടിഭാഗത്തുണ്ടാവില്ലേ ഉള്ളംകാല്, ഈ ഉള്ളംകാലിൽ കണ്ടിട്ടുള്ള കുഞ്ഞു സുഷിരങ്ങളാണ് ആകെ ഈ കേസിന് കിട്ടിയ ഒരു വഴിത്തിരിവ്. ഈ സുഷിരങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്ത് വൈദ്യുതിയൊക്കെ നിലത്ത് ഇപ്പോൾ കമ്പിയൊക്കെ പൊട്ടിക്കിടക്കുകയാണെങ്കിൽ ആ വൈദ്യുതി പ്രവഹിക്കുന്ന ആ സ്ഥലത്ത് കാല് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ വെള്ളവും ഈ വൈദ്യുതിയും എന്താ പറയുക എനിക്ക് സയൻറ്റിഫിക്കായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അങ്ങനെ വരുമ്പോൾ കറണ്ട് അടിക്കുമ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് കാലിലേക്ക് കറണ്ട് അടിക്കുമ്പോൾ വരുന്ന ഒരു സുഷിരങ്ങളായിട്ടാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇതാണ് ആകെ ഇവർക്ക് കിട്ടിയിട്ടുള്ള ഒരു തെളിവ്.
ഈ തെളിവ് വെച്ചിട്ടായി പിന്നീടുള്ള അങ്ങോട്ടുള്ള അന്വേഷണം. ഈ തെളിവിൽ നിന്ന് അവർക്ക് ഏകദേശം ഉറപ്പായി ഇത് കറണ്ട് അടിച്ച് മരിച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ വൈദ്യുതി ആഘാതം ഏറ്റിട്ട് എങ്ങനെയോ മരിച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലായി. അങ്ങനെ ഈ കേസ് കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമാണ്, ഈ 2 കുട്ടികളുടെ പ്രധാന ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളുടെ പറമ്പിൽ കയറിയിട്ട് ജാതിക്ക, കൊക്കോ, കുരുമുളക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുക. കുറച്ച് അവർ കഴിക്കും, പിന്നെ അവർ അവരുടെ ആവശ്യത്തിന് വേണ്ടി വിൽക്കും. അപ്പം നമുക്ക് തോന്നാം മോഷ്ടിക്കാൻ പോയിട്ടല്ലേ, എന്തെങ്കിലും ആരെങ്കിലും ചെയ്തായിരിക്കുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. കാരണം അന്നത്തെ കാലം അറിയാലോ, പട്ടിണിയും പരിവട്ടമൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയും അവർ അതുകൊണ്ടും ചെയ്തതാവാം. അങ്ങനെ ഇവർ ഈ കൊക്കോ പൊട്ടിക്കാൻ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പള്ളിയിൽ അച്ഛൻ്റെ പറമ്പിൽ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ പറമ്പിൽ എന്നും കയറി മോഷ്ടിക്കുമായിരുന്നു അത്ര. അങ്ങനെ ഇവരാരാണെന്ന് തോന്നുന്നതെന്ന് അറിയില്ല, മരിക്കാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷെ അവരവിടെ ഒരു കരണ്ട് കമ്പി ഇങ്ങനെ ചെറിയ രീതിയിൽ കരണ്ട് പ്രവഹിക്കുന്ന രീതിയിൽ ഇട്ടിട്ട് ഇത് താഴേന്ന് ഇതിൽ വെള്ളം തട്ടി, അങ്ങനെ ഇവർ ഇതിൽ കാല് തട്ടി മരിച്ചു. ഈ കരണ്ട് കമ്പിയിൽ കാല് തട്ടിയിട്ടാണ് ഈ 2 പേരും മരിക്കുന്നത്. ഈ 2 പേരും മരിച്ചപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇത് മുങ്ങിമരണമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അച്ഛനും അച്ഛൻ്റെ കൈക്കാരനും കൂടെ ഈ 2 ബോഡീസ് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. ഇതാണ് ഈ സ്റ്റോറി, അല്ലെങ്കിൽ ഇതാണ് ശരിക്കും അവിടെ നടന്നിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഉണ്ടായതാണ്. അപ്പോൾ കേസുകൾ തെളിയുന്ന ഓരോ വഴികളെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. എന്തെങ്കിലും ഒരു തെളിവ് എവിടെയെങ്കിലും അവശേഷിക്കുന്നത് പറയുന്നത് സത്യമാണ്. അങ്ങനെ ഒരുപാട് സ്റ്റോറീസ്, അതാണ് ഈ കഥ. അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഡോക്ടർ ബി ഉമാദത്തൻ്റെ ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. എന്നെ അതിശയപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എല്ലാ കഥകളും ആളിത് ഇത് എഴുതുന്ന സമയത്ത് എങ്ങനെ അദ്ദേഹത്തിന് ഇതൊക്കെ ഓർമ്മ വന്നു. ഒരുപാട് പോസ്റ്റ്മോർട്ടംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം എങ്ങനെ ഇതെല്ലാം ഓർത്ത് ഇതെല്ലാം ഇങ്ങനെ ഒരു പുസ്തകമാക്കി എന്നുള്ളത് എന്നെ എപ്പോഴും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നും മറന്നു പോവാതെ എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തി. ചിലപ്പം കേസും കാര്യങ്ങളും പേരും സംഭവങ്ങളും മറന്നുപോയാൽ അതിൻ്റെ ഫാക്റ്റ് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. പറ്റുന്നവരൊക്കെ ഈ പുസ്തകം വാങ്ങി വായിക്കുക. കാരണം ഈ പുസ്തകത്തിന് ഇത്തിരി പൈസ കൂടുതലാണ്, 460 രൂപയാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബുക്കാണ്. ഞാൻ ആദ്യമായിട്ട് ഇത് കുക്കു എഫ് എമ്മിലാണ് കേൾക്കുന്നത്. കുക്കു എഫ് എമ്മിലുണ്ട്. കുറച്ച് കേട്ടിട്ട് പിന്നെ ഞാൻ ആ ബുക്ക് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്തത്. ഫ്രണ്ടിന് സജസ്റ്റ്, എൻ്റെ ഫ്രണ്ട് ഉണ്ടായില്ല ലീന, അവളാണ് ഈ ബുക്ക് വാങ്ങിയിട്ട് പിന്നെ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ഇത് വായിക്കാൻ വാങ്ങുകയാണ് ചെയ്തത്. അപ്പം പറ്റുന്നവരൊക്കെ ഇത് വാങ്ങിച്ചോ. കാരണം ഇങ്ങനത്തെ ക്രൈം സ്റ്റോറീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. ഇത് ലൈബ്രറിയിൽ ശരിക്കും വേണമെങ്കിൽ ഒരു അസറ്റാണെന്നൊക്കെ പറയാം. അങ്ങനെ വീണ്ടും വേറൊരു കഥയായിട്ട് വരുന്നത് വരെ ബൈ. പറ്റുന്നവരൊക്കെ ഈ പുസ്തകം വാങ്ങും. ടാറ്റ.